ഹായ്, അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് മാക് ടേബിൾ എന്നാണ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഈ ഡിവൈസിനെ ലോഗിൻ ചെയ്ത് 1 2 3 CLI. ഓക്കെ, അപ്പം മാക് ടേബിൾ ഷോ ചെയ്യാനുള്ള കമാൻഡാണ് ഇഥർനെറ്റ് സ്വിച്ചിങ് ടേബിൾ. ജുനിപ്പറിൽ മാക് ടേബിളിന് ഇഥർനെറ്റ് സ്വിച്ചിങ് ടേബിൾ എന്നാണ് പറയാം. അപ്പം ഷോ ഇഥർനെറ്റ് സ്വിച്ചിങ് ടേബിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സ്വിച്ചിൻ്റെ മാക് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാക് ടേബിൾ എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മാക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡാറ്റാബേസ് ആണ്. അപ്പോൾ അതിലൂടെ തന്നെ സ്വിച്ചിന് മനസ്സിലാവും ഏതൊക്കെ പോർട്ടിൽ ഏതൊക്കെ ഇൻ്റർഫേസിലാണ് ഏതൊക്കെ ഡിവൈസ് കണക്ട് ചെയ്തത്, അതിൻ്റെ മാക് അഡ്രസ്സ് സ്വിച്ചിന് ലേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വിച്ചിന് കറക്റ്റ് ആ ഡിവൈസിലേക്ക് ഡാറ്റ ഫോർവേഡ് ചെയ്യാൻ പറ്റും. ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സ്വിച്ചിന് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സ്വിച്ചിൻ്റെ മാക് ടേബിൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് തന്നെ നമുക്ക് മാക് ഫ്ലാഗ് കാണിക്കുന്നുണ്ട്. മാക് ഫ്ലാഗിൽ എസ് എന്ന് കൊടുത്തത് സ്റ്റാറ്റിക് മാക് എന്നാണ്. അതുപോലെ ഡി എന്ന് കൊടുത്തത് ഡൈനാമിക് മാക് ആണ്. ഓക്കെ, എൽ എന്ന് പറഞ്ഞാൽ ലോക്കലി ലേൺഡ് മാക് ആണ്. പി എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻറ്റ് സ്റ്റാറ്റിക് ആണ്. സി എന്ന് പറഞ്ഞാൽ കൺട്രോൾ മാക് ആണ്. ഓക്കെ, അതുപോലെ പിന്നുള്ളത് ആർ എന്ന് പറഞ്ഞാൽ റിമോട്ട് പി ഇ മാക് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് ബി എന്ന് കാണിക്കുന്നത് ബ്ലോക്ക്ഡ് മാക് ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് ഇവിടെ കാണിക്കുന്ന ഇഥർനെറ്റ് സ്വിച്ചിങ് ടേബിൾ എന്ന് കാണിക്കുന്നുണ്ട്. അടുത്തത് ഈ ഇഥർനെറ്റ് സ്വിച്ചിങ് ടേബിളിൻ്റെ അകത്ത് എൻട്രി 1 എൻട്രി 1 ലേൺഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വിച്ചിനകത്ത് ഞാൻ ഒരു ഡിവൈസേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഈ 1 എൻട്രി എന്ന് കാണിക്കുന്നത്. ആ കണക്ട് ചെയ്ത ഡിവൈസിനെ സ്വിച്ച് ലേൺ ചെയ്തിട്ടുണ്ട്. അതാണ് 1 ലേൺഡ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ എൻട്രി ലേൺഡ് വെച്ചിട്ട് നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് ടൈമിലൊക്കെ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില കേസിൽ ഒരുപാട് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ എല്ലാം എൻട്രി ചിലപ്പോൾ ഇവിടെ കാണിക്കും, പക്ഷേ സ്വിച്ച് ലേൺ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ട്രബിൾ ഷൂട്ടൊക്കെ എളുപ്പമാണ്. പിന്നെ ഇവിടെ റൗട്ടിംഗ് ഇൻസ്റ്റൻസ് എന്ന് കാണിക്കുന്നുണ്ട്. റൗട്ടിംഗ് ഇൻസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോജിക്കൽ കണ്ടെയ്നേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം റൗട്ടിംഗ് ഇൻസ്റ്റൻസിനെ. അതായത് നമുക്ക് ഈ റൗട്ടിംഗ് ഇൻസ്റ്റൻസ് നമുക്ക് ലെയർ 2 ആയിട്ട് വേണമെങ്കിലോ ലെയർ 3 ആയിട്ട് വേണമെങ്കിലോ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉള്ള ഡീഫാൾട്ട് സ്വിച്ച് എന്നാണുള്ളത്. ഇത് കാണിക്കുന്ന നോർമൽ ലെയർ 2 സ്വിച്ചിങ് ഡൊമൈനാണ്. ഓക്കെ, പിന്നെ അടുത്തത് കാണിക്കുന്നത് VLAN നെയിം എന്ന് കാണിക്കുന്നുണ്ട്. VLAN നെയിമിൻ്റെ അകത്ത് ഡീഫാൾട്ട് എന്നുണ്ട്. ഇപ്പോൾ ഇതൊരു കോൺഫിഗറേഷൻ ഒന്നും ഇല്ലാത്ത സ്വിച്ചാണ്. ബൈ ഡിഫാൾട്ട് ഒരു സ്വിച്ചിൽ ഉണ്ടാകുന്ന VLAN ആണ് ഡീഫാൾട്ട് VLAN. അപ്പോൾ ആ VLANലായിരിക്കും ബൈ ഡിഫാൾട്ട് എല്ലാ ഇൻ്റർഫേസും ഉണ്ടാവുക. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് മാക് അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ സ്വിച്ചിൽ കണക്ട് ചെയ്ത ഡിവൈസിൻ്റെ മാക് അഡ്രസ്സാണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് മാക് ഫ്ലാഗ്സ് എന്ന് കാണിക്കുന്നുണ്ട്. മാക് ഫ്ലാഗ്സിൽ ഇവിടെ ഡി എന്നാണ് കൊടുത്തത്. ഈ ഡി എന്ന് പറയുന്നത് ഡൈനാമിക് മാക് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ലോജിക്കൽ ഇൻ്റർഫേസ് കാണിക്കുന്നുണ്ട്. ലോജിക്കൽ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് സ്വിച്ചിൻ്റെ ഏത് പോർട്ടലാണോ കണക്ട് ചെയ്തത് ആ ഇൻ്റർഫേസാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മളൊരു VLAN കോൺഫിഗർ ചെയ്തിട്ട് ആ VLANലേക്ക് ഈ ഇൻ്റർഫേസിനെ നമ്മൾ അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡീഫാൾട്ട് VLANന് പകരം ആ VLANൻ്റെ നമ്മൾ കോൺഫിഗർ ചെയ്ത VLANൻ്റെ പേരായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണൊരു ഇഥർനെറ്റ് സ്വിച്ചിങ് ടേബിളിൻ്റെ അല്ലെങ്കിൽ മാക് ടേബിളിലുള്ള ഡീറ്റെയിൽസ്.